നമസ്കാരം. നമ്മുടെ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതും പരിചയപ്പെട്ടിരിക്കേണ്ടതുമായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. അവർ മഹത് വ്യക്തിത്വങ്ങളാണ്. ഉദാഹരണത്തിന് റീന അജിത്ത് എന്നൊരു വ്യക്തിത്വമുണ്ട്. അവർ ഫേസ്ബുക്കിൽ കൂടെ പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ സ്ഥിരമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അവർ ഒരു ലേഡി സഖാവത്തി, അതായത് ലേഡി സഖാവ് എന്നാണ് അവർ അവകാശപ്പെടുകയും അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അവർ അത് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ റീസെൻ്റായിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അവരുടെ ഫേസ്ബുക്കിൽ കൂടെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് അതിപ്രകാരമാണ്: നായർ ഭവനങ്ങളുടെ വെളിയിൽ വാൾ വച്ചിരിക്കുന്നത് കണ്ടാൽ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കി ഭർത്താവ് സമാധാനപൂർവ്വം മടങ്ങി പോകുമായിരുന്നു അത്രേ. ഇത് അവർ ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസൊക്കെ എന്തോ ഒരു വലിയ സംഭവം കണ്ടുപിടിച്ച രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കേരളം 16-ാം നൂറ്റാണ്ടിൽ എന്നൊരു പുസ്തകമാണ് കൊടുത്തിട്ടുള്ള റെഫറൻസ്. അതായത് കേരളം 16-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഈ റീന അജിത്ത് എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ സ്ത്രീയുടെ സമുദായക്കാരൻ തന്നെയായ വേലായുധൻ പണിക്കശ്ശേരിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് 16-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളം 16-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ ഈ വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചരിത്രകാരനൊന്നുമല്ല, ഹിസ്റ്റോറിയനൊന്നുമല്ല, ഒരു ലൈബ്രറിയനായിരുന്നു. കുറേ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കിട്ടി. അത് എല്ലാം കൂടെ വായിച്ചിട്ട് അദ്ദേഹം ചരിത്ര പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അദ്ദേഹത്തിൻ്റെ പുസ്തകത്ത് പഠിക്കാനായിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിച്ചിട്ടുണ്ട്. പഠിക്കാനായിട്ട് ആ പുസ്തകങ്ങൾ സ്റ്റുഡൻസിന് BA ഹിസ്റ്ററി, MA ഹിസ്റ്ററി മുതലായ സ്റ്റുഡൻസിന് അത് അനുവദിച്ച് കൊടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഈഴവ സമുദായക്കാരനായ വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ ഒരു പുസ്തകം വച്ചിട്ട് വിക്കിപീഡിയയിലെ നായർ റിലേറ്റഡ് പേജുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈഴവ സമുദായാംഗങ്ങളാണ്. അവരുടെ പേര് വിവരങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഈ രാജേഷ് കക്കാട്ടിൽ പോലെയുള്ള അയാളാണ് അതിൽ മെയിനായിട്ടുള്ള ആൾ. അപ്പോൾ ഈഴവ സമുദായക്കാരനായ വേലായുധൻ പണിക്കശ്ശേരി നായന്മാരെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈഴവർ കൈകാര്യം ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന നായർ വിക്കി പേജിൽ കൂടെ ഇത് ഇങ്ങനെ എല്ലാവരെയും അറിയിക്കുകയാണ്. അതായത് നായർ ഭവനങ്ങളുടെ വെളിയിൽ വാൾ വെച്ചിരിക്കുന്നത് കണ്ടാൽ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെയൊക്കെ ഇങ്ങനെ അവർ അത് പ്രചരിപ്പിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. എന്നിട്ട് ഈ സ്ത്രീ എന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ സ്ത്രീ വളരെ പ്രകോപനപരമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഈ ഒരു കോട്ട് അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു വരി എഴുതിയിട്ടുണ്ട്: നായന്മാർ ഉണരണം. അതുകൊണ്ട് നായന്മാർ ഉണരണം. അപ്പോൾ എന്തായിരിക്കും ഈ സ്ത്രീയുടെ ഉദ്ദേശ്യശുദ്ധി? എന്താണ് ലക്ഷ്യം? അപ്പോൾ ആ സ്ത്രീ അതൊരു അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടിയ ഒരു ഡിസ്ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മാത്രമല്ല ആ സ്ത്രീ ചെയ്തിരിക്കുന്നത്. ആ സ്ത്രീ പറയുന്നത് നായന്മാർ ഉണരണം. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ആ സ്ത്രീക്കുണ്ട്. അപ്പോൾ ഇൻറ്റൻഷൻ വളരെ മോശമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ വളരെ ക്രൂരമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അജിത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവാണോ അച്ഛനാണോ എന്നറിയില്ല. അപ്പോൾ ഈ സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീ വിചാരിച്ചു വച്ചിരിക്കുന്നത് നായന്മാരെല്ലാം സംഖ്യകളാണ് എന്നാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ സ്ത്രീക്കും ഈ സ്ത്രീയുടെ സമുദായത്തിനും പതിച്ചു കൊടുത്തിരിക്കുന്നതാണ്. കേരളത്തിൽ കമ്മ്യൂണിസം കൊണ്ടുവന്നതും കേസരി ബാലകൃഷ്ണപിള്ളയാണ് കൊണ്ടുവന്നത്. അത് മറ്റു നായന്മാരാണ് അതിനെ വളർത്തിയതും അത് പ്രചരിപ്പിച്ചതും അതെല്ലായിടും എത്തിച്ചതും നായന്മാർ തന്നെയാണ്. തറവാടുകൾ വിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയതും നായന്മാർ തന്നെയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നായന്മാർക്കെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്നാണോ ഇവരെ പ്രചരിപ്പിക്കുന്നത്? എങ്കിൽ എല്ലാ നായന്മാരും സംഘപരിവാറുകാരാണോ? അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്,
ഇപ്പം ഏതെങ്കിലും ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു നായർ സമുദായത്തിൽപ്പെട്ട പുരുഷനോ സ്ത്രീയിൽ നിന്നും അവർ ആവശ്യപ്പെടുന്ന കാര്യം ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരിൽ നിന്നും ഏതെങ്കിലും കാര്യത്തിൽ എതിർപ്പ് നേരിടുക, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസൂയ തോന്നുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ഉടൻ തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു സംഭാവന അങ്ങ് കൊടുക്കുകയാണ്. നായന്മാരുടെ പൂർവ്വചരിത്രം എന്ന് പറഞ്ഞിട്ട് അത് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ പ്രായഭേദമില്ലാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഈ ട്രെൻഡിന് ഒരു അവസാനം ഉണ്ടാകാനുള്ള ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം ഈ സ്ത്രീ പറഞ്ഞതുപോലെ നായന്മാർ ഏകദേശമൊക്കെ ഉണർന്നു കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ സ്ത്രീ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായന്മാരും സംഘപരിവാറുകാരൊന്നുമല്ല. അഥവാ സംഘപരിവാറാണെങ്കിൽ അവർക്ക് അതിനുള്ള ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഏത് പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 16-ാം നൂറ്റാണ്ടിൽ തുറമുഖങ്ങളിൽ കള്ളും കഞ്ചാവും വിറ്റ് വ്യഭിചരിക്കാനുള്ള കരം, അതായത് പട്ടണം വരി എന്ന് പറയും, പോർട്ട് ടാക്സ്, അതിനുള്ള കരമടച്ച് വ്യഭിചാരം നടത്തി വിദേശികളായ തുറമുഖ പുത്രന്മാരെ, വിദേശികളിൽ നിന്നും ബീജം സ്വീകരിച്ച് തുറമുഖ പുത്രന്മാരെ പ്രസവിച്ചത് നായർ സ്ത്രീകളല്ല എന്ന ചരിത്രം വായിച്ച് പഠിച്ചിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതാണ് നല്ലത്. എന്തായാലും ഈ നായർ സ്ത്രീകൾ ഈ ഒരു പ്രവൃത്തിക്ക് പോയിട്ടില്ല. അങ്ങനെ ഈ യാതൊരു പുസ്തകത്തിലും നായർ വിരുദ്ധരായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും അത് അങ്ങനെ ഒരു സംഭവം നടന്നതായി രേഖപ്പെടുത്തി വച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കിഷ്ടമില്ലാത്തവരെക്കുറിച്ച് നിങ്ങൾ എഴുതിയ പുസ്തകം നിങ്ങൾ വിക്കിപീഡിയയിൽ കൂടെ പ്രചരിപ്പിച്ച് എന്നിട്ട് നിങ്ങളത് ന്യൂ മീഡിയയിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്നത് അതൊരു വലിയ സാമർഥ്യമൊന്നുമല്ല. ആർക്കും ചരിത്രം വായിച്ച് എഴുതാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് നായർ സമൂഹത്തിലെ ജനങ്ങളെങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. So thank you for watching and hope to see you in another video.